സ്നേഹമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകരെ, നന്മ നിറഞ്ഞ മറിയം എന്ന മരിയൻ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മരിയൻ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും അതിലൂടെ നൽകപ്പെടുന്ന സന്ദേശത്തെക്കുറിച്ചുള്ള നമ്മുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ആത്മീയ നവോത്ഥാനം ഉണ്ടാകുന്നതിനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. 1947 ഇറ്റലിയിലെ പ്രമുഖ നഗരമായ ബ്രഷ്യയ്ക്ക് സമീപം മോണ്ടിക്കാരി ഗ്രാമത്തിൽ ഉണ്ടായ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും അതിലൂടെ മാതാവ് നൽകിയ സന്ദേശത്തെക്കുറിച്ചും ഈ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതം മാത്രം പൂർത്തീകരിക്കാൻ ശ്രമിച്ചവൾ. ഇന്നും പരിശുദ്ധ അമ്മ ഈ നിയോഗം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അമ്മ ഈ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. പാപാന്തകാരത്തിലേക്ക് നീങ്ങുന്ന ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൗത്യമാണ് പരിശുദ്ധ അമ്മ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജനങ്ങളിലേക്ക് ഈ സന്ദേശം കൈമാറ്റം ചെയ്യുമ്പോൾ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ, ദൈവകരുണയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ ആഗ്രഹിക്കാം. നമുക്ക് വേണ്ടി എന്നും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. മാതാവിൻ്റെ മധ്യസ്ഥം ഒരിക്കലും ദൈവപിതാവ് നിരസിക്കുന്നില്ല. അവർ ലേഡി ഓഫ് റോസ മിസ്റ്റിക്ക. വടക്കൻ ഇറ്റലിയുടെ പോ എന്ന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു പട്ടണമാണ് മോണ്ടിച്ചിയാരി. മോണ്ടിച്ചിയാരിയിൽ നിന്നും അധികം ദൂരമില്ലാത്ത ഫൊണ്ടാനെല്ല എന്ന പട്ടണത്തിലാണ് 1911 ഓഗസ്റ്റ് 3 പിയറീനയുടെ ജനനം. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇറ്റലിയുടെ പുനരേകീകരണ വേളയിലാണ് പിയറീന ഒരു ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. പ്രാർത്ഥനാധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന പിയറീന 1947 വസന്തകാലത്തിൽ ആശുപത്രി ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാതാവിൻ്റെ ആദ്യ ദർശനം ലഭിച്ചത്. ജൂൺ 1 റോസ മിസ്റ്റിക്ക മാതാവ് മോണ്ടിക്കേരിയിൽ ആദ്യത്തെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നത്. അവിടെയുള്ള ഒരു ആശുപത്രിയിൽ സേവനം ചെയ്തിരുന്ന പെരീന ഗില്ലി എന്ന നേഴ്സ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം വയലറ്റ് വസ്ത്രധാരണിയായി ഒരു വെള്ള വെയിലും ധരിച്ച് പെരീന ഗില്ലിക്ക് മുമ്പിൽ പ്രത്യക്ഷയാവുകയാണ്. അവൾ അതീവ സുന്ദരിയായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയെ ഒഴുകുന്നു. പ്രാർത്ഥന, പരിത്യാഗം, പ്രായശ്ചിത്തം എന്നീ 3 വാക്കുകൾ മാത്രം അമ്മ ഉച്ചരിച്ചു. അമ്മയിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ പെരീന ഗില്ലിക്ക് കാണാൻ സാധിച്ചത്
അമ്മയുടെ നെഞ്ചുഭാഗത്തായി 3 വാളുകൾ തറച്ചിരിക്കുന്ന രീതിയിലാണ്. പിന്നീട് മാതാവ് ഈ 3 വാളുകളുടെ അർത്ഥം പെരീന ഗില്ലിക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ വാള് സൂചിപ്പിക്കുന്നത് ദൈവവിളി നഷ്ടപ്പെടുത്തിയവരെയാണ്. പുരോഹിതർ, സന്യസ്തർ, സമർപ്പിത ജീവിതം നയിക്കുന്നവർ, കുടുംബജീവിതം നയിക്കുന്നവർ എല്ലാവരും താൻ സ്വീകരിച്ച ദൈവവിളി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ, അതാണ് ഒന്നാമത്തെ വാൾ സൂചിപ്പിക്കുന്നത്. സാത്താൻ പ്രധാനമായി ലക്ഷ്യമിട്ടിരിക്കുന്നത് പുരോഹിതരെയാണ്. കാരണം പുരോഹിതരിലൂടെ അനേക ലക്ഷം ആത്മാക്കൾ ദൈവത്തിലേക്ക് തിരിയുന്നതായി സാത്താൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പുരോഹിതൻ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോൾ അനേകം ആത്മാക്കൾ നിത്യതയിലേക്ക് കടന്നു വരുന്നു. ഒരു പുരോഹിതൻ ഓരോ കൂദാശ പരികർമ്മം ചെയ്യുമ്പോഴും ആത്മാക്കൾ രക്ഷപ്പെടുന്നു. പുരോഹിതൻ്റെ ആശീർവാദം വഴി അനേകം മക്കൾക്ക് ആത്മാവിനെ വർഷിക്കപ്പെടുന്നു. ഇതെല്ലാം പിശാചിന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനാൽ ഇടയനെ അടിക്കുക, അപ്പോൾ ആടുകൾ ചിതറിക്കപ്പെടും. ഈ തത്വം പാലിച്ചുകൊണ്ട് പുരോഹിതരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് പിശാച് ഇന്നത്തെ സമൂഹത്തിൽ. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കാണുന്നതുമാണ്. അതിനാൽ പുരോഹിതർക്ക് വേണ്ടി നാം ഓരോരുത്തരും അവരേറ്റെടുത്ത ദൈവവിളിയിൽ നിലനിൽക്കുവാൻ വേണ്ടി, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ത്യാഗം ചെയ്തും പരിഹാരം അനുഷ്ഠിച്ചും പ്രായശ്ചിത്തത്തോടുകൂടെയും പ്രാർത്ഥിക്കണമെന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് സന്യസ്തരും. അനേകം മക്കൾക്ക് ആത്മീയ ഉന്നതിയിലേക്ക് ആതുര സേവനം വഴി വിദ്യാഭ്യാസ മേഖലകളിലൂടെയും മറ്റും അനേക മക്കളെ ആത്മീയമായി വളർത്തുന്നതിൽ സന്യസ്തർ പ്രമുഖ പങ്ക് വഹിക്കുന്നു. അവരുടെ ദൈവവിളിയിലുള്ള അടിയുറച്ച ബോധ്യത്തോടുകൂടി ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ അനേകം ആത്മാക്കൾ നിത്യതയിലേക്ക് വരുന്നതായി നാം മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെയാണ് കുടുംബജീവിതക്കാരും. ഏറ്റെടുത്ത ദൈവവിളി അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ വിശുദ്ധരായ മക്കൾ ഉണ്ടാകുന്നു. അങ്ങനെ വിശുദ്ധ ആത്മാക്കൾ നിറയുന്ന കുടുംബമായി നമ്മുടെ സമൂഹം മാറുന്നു. ഇതാണ് ഒന്നാമത്തെ വാളിലിനെയും അതിനെ തുടർന്ന് പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശം. ദൈവവിളി നഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പുരോഹിതർ, സന്യസ്തർ, അൽമായർ എല്ലാവർക്കും വേണ്ടി നാം ഓരോരുത്തരും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണമെന്ന് അമ്മ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ വാള് സൂചിപ്പിക്കുന്നത് മാരകമായ പാപത്തിൽ കഴിയുന്നവരെയാണ്. ദൈവവിളി സ്വീകരിച്ചാലും അതിനനുയോജ്യമായ ജീവിതം നയിക്കാതെ തെറ്റിലേക്ക്, മാരകമായ തെറ്റിലേക്ക് കടന്നു പോകുന്നവർ. സമർപ്പിതരാണെങ്കിൽ മന്ദോഷ്ണമായ രീതിയിൽ തീക്ഷ്ണതയ്ക്ക് ഭംഗം വരുന്ന അവസ്ഥയിൽ ശുശ്രൂഷ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. ഇത് അവരുടെ ആത്മീയ മേഖലയെ തളർത്തിക്കളയുന്നു. അവരിലൂടെ കൈവരിക്കപ്പെടേണ്ട രക്ഷ സാധ്യമല്ലാതായിത്തീരുന്നു. കുടുംബജീവിതക്കാരെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അനേകം തെറ്റുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇന്ന് കാണുന്നുണ്ട്. വിവാഹബന്ധത്തിൻ്റെ പവിത്രതയും വിശ്വസ്തതയും നഷ്ടപ്പെടുത്തി തെറ്റായ ബന്ധങ്ങളിലേക്കും തെറ്റായ ജീവിതശൈലിയിലേക്കും സുഖലോലുപതയിലേക്കും നീങ്ങുമ്പോൾ കുടുംബങ്ങൾ നരകതുല്യമായി തീരുന്നു. പൈശാചികമായ പ്രവൃത്തികളിലേക്കും തിന്മയിലേക്കും അവർ കടക്കുന്നു. നിത്യരക്ഷ സാധ്യമല്ലാതായിത്തീരുന്നു. ഇങ്ങനെ മാരകമായ പാപത്തിൽ കഴിയുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. മൂന്നാമത്തെ വാൾ സൂചിപ്പിക്കുന്നത് യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുന്നവർ, കൂടെ നിന്ന് ചതിക്കുന്നത്. പലപ്പോഴും പുറമേ നിന്നുള്ള ആക്രമണത്തേക്കാൾ വേദനാജനകമാണ് ഉള്ളിനകത്തു നിന്നുള്ള ആക്രമണം. അതിനെ രക്ഷിക്കാൻ തികച്ചും പ്രയാസമായ ഒരു കാര്യമാണ്. ഈ യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുന്നവർ ദൈവവിളി നഷ്ടപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ദൈവവിശ്വാസത്തിൽ നിന്നും അകലുന്നതിനും അവിടെ തന്നെ
ദൈവവിശ്വാസികളുടെ ഇടയിൽ തന്നെ ശത്രുതയുണ്ടാക്കുന്നതിനും സഭയ്ക്കുള്ളിൽ ശത്രുക്കളായി നിന്നുകൊണ്ട് സഭയെ ആക്രമിക്കാനും കാരണമാകുന്നു. കുടുംബജീവിതക്കാരിലാണെങ്കിലും കുടുംബത്തിൽ തന്നെ ഭിന്നതകളും അകൽച്ചയും പരസ്പര സ്നേഹമില്ലായ്മയും മൂലം ആ നല്ല കുടുംബാന്തരീക്ഷം ക്രിസ്തീയ ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ട് പൈശാചികമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, ഈ തരത്തിലുള്ളവരെ യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുന്നവർക്ക് വേണ്ടി നാം തീക്ഷ്ണതയോടെ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ 3 വാളുകൾ സൂചിപ്പിക്കുന്ന ഈ 3 കാര്യങ്ങളും നമ്മോട് പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം എന്നിവയിലൂടെ ഓരോ വ്യക്തികളെയും വീണ്ടെടുക്കുവാനാണ് മാതാവ് സന്ദേശം നൽകുന്നത്. ആയിരത്തി 1947 ജൂൺ 13 ഹോസ്പിറ്റലിൽ പ്രാർത്ഥനാ വേളയിലാണ് രണ്ടാമത്തെ പ്രത്യക്ഷീകരണം പെരീന ഗില്ലിക്കുണ്ടാകുന്നത്. മുൻപത്തെ പ്രത്യക്ഷീകരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വാളുകളുടെ സ്ഥാനത്ത് 3 റോസാ പുഷ്പങ്ങളാണ് കാണപ്പെട്ടത്. ചുവപ്പ്, വെളുപ്പ്, സുവർണ്ണ കളർ. ഈ പ്രത്യക്ഷീകരണത്തിൽ വളരെ സന്തുഷ്ടയായ പെരീന മാതാവിനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? അമ്മ മറുപടി പറഞ്ഞു, ഞാൻ ഈശോയുടെ അമ്മയാണ്, സകലരുടെയും മാതാവ്. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങളുമായി തുടരുകയാണ്. അമ്മ പറഞ്ഞു, ഈ പ്രത്യക്ഷീകരണത്തിൽ പ്രധാനമായും പുരോഹിതരെയും സന്യസ്തരെയും ഉദ്ദേശിച്ചുള്ളതാണ്. ഈ തരത്തിൽ മാതാവിനെ വണങ്ങുന്ന പുരോഹിതർക്കും സന്യസ്തർക്കും അൽമായർക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുമെന്ന് അമ്മ വാഗ്ദാനം ചെയ്തു. ദൈവവിളിയിൽ അടിയുറച്ചു നിൽക്കാനും ജീവിതാന്തസ്സിൻ്റെ മേന്മ ഉയർത്തിക്കാണിക്കുവാനും മാതാവിനോടുള്ള വണക്കം സഹായകരമാകുമെന്ന് അമ്മ ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം തന്നെ അമ്മ ആഹ്വാനം ചെയ്തു, എല്ലാ മാസവും 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥനാ ദിനമായി കണക്കാക്കണം. അതിൽ 13-ാം തീയതി പ്രത്യേക തിരുനാൾ ദിവസമായി കണക്കാക്കണമെന്നും 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണമെന്നും അമ്മ ഓർമ്മപ്പെടുത്തി. മാത്രമല്ല, ജൂലൈ 13-ാം തീയതി റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിനമായി വണങ്ങണമെന്നും അന്നേ ദിവസം ധാരാളം അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കപ്പെടുമെന്നും അമ്മ ഓർമ്മപ്പെടുത്തി. തുടർന്ന് ഈ 3 റോസാ പുഷ്പങ്ങളുടെ അർത്ഥങ്ങൾ വ്യക്തമാക്കുകയാണ്. അമ്മയുടെ സ്വഭാവവിശുദ്ധിയെയും അമ്മയുടെ സഹനത്തെയും കുലീനത്തെയും ഇവ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെള്ള റോസാ പുഷ്പം പ്രാർത്ഥനാ ചൈതന്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ചുവപ്പ് പരിഹാര പ്രവൃത്തികളോടും ത്യാഗപ്രവൃത്തികളോടും കൂടി നാം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ അനുസ്മരിപ്പിക്കുന്നു. സുവർണ കളറിലുള്ള റോസാപുഷ്പം പ്രായശ്ചിത്ത പ്രവൃത്തികളുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നു. അമ്മ പ്രത്യേകമായി പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം എന്നീ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് അമ്മ ജനത്തോട് പ്രാർത്ഥിക്കാനായി, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായി, പശ്ചാത്തപിക്കാനായി ആഹ്വാനം ചെയ്തു. 1966 ഏപ്രിൽ 1-ാം ആഴ്ചയിൽ പരിശുദ്ധ കന്യകാമറിയം വീണ്ടും പെരീന ഗില്ലിക്ക് പ്രത്യക്ഷപ്പെടുകയും ഫോണ്ടനെല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് മോണ്ടിക്കാരിക്ക് സമീപമുള്ള മറ്റൊരു ഗ്രാമമാണ്, അവിടെ ഉണ്ടാകാനിരിക്കുന്ന പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അറിയിപ്പ് നൽകി. പിന്നീട് ഒരാഴ്ചത്തേക്ക് ശേഷം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണ്ടനെല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫോണ്ടനെല്ല
പെരീന ഗില്ലയുടെ കുട്ടിക്കാലം ചിലവഴിച്ചിരുന്ന സ്ഥലമാണ്. വളരെ സുപരിചിതമാണ് അവൾക്കവിടെ. അവിടെ പെരീന ഗില്ലയെ സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ, പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ മാലാഖ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ സംഭവിക്കാനിരിക്കുന്ന മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിനെ കുറിച്ചാണ് ഈ പ്രത്യക്ഷീകരണത്തിൽ അമ്മ പെരീന ഗില്ലയോട് സംസാരിച്ചത്. മാതാവിനെ കണ്ട പെരീന ഗില്ലി വളരെയധികം സന്തുഷ്ടയാവുകയും വീണ്ടും സന്ദേശത്തിലൂടെ അമ്മ ആ ഫോണ്ടനെല്ല എന്ന സ്ഥലത്തെ അനുഗ്രഹിക്കുന്ന ആ വാർത്ത അറിയിക്കുകയാണ്. പിതാവായ ദൈവം ഈ സ്ഥലത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തുവെന്നും അവിടെയുള്ള കിണർ ഒരു അത്ഭുത കിണറായി മാറുമെന്നും ഈ കിണറ്റിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് രോഗശാന്തിയും ധാരാളം അനുഗ്രഹങ്ങളും നൽകപ്പെടുമെന്നും അമ്മ ഓർമ്മപ്പെടുത്തി. ഈ കിണറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കിണറിൻ്റെ താഴോട്ട് അടിയിലേക്ക് എത്തുന്നത് വരെ സ്റ്റെപ്സ് ഉണ്ട്. ഒരു വ്യക്തിക്ക് സ്റ്റെപ്പിലൂടെ ഇറങ്ങി ഈ കിണറിൻ്റെ താഴെ വരെ എത്താൻ സാധിക്കും. ഈ കിണറിൻ്റെ സമീപം വരികയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് ദൈവിക അനുഭവം ഉണ്ടാകുന്നതിന് ഇടവരുത്തുമെന്നും അതുപോലെ തന്നെ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുമെന്നും അമ്മ പെരീന ഗില്ലയ്ക്ക് സന്ദേശം നൽകി. ഇത് ഒരു അത്ഭുത കിണറായിട്ടാണ് പിന്നീട് അറിയപ്പെടുന്നത്. ധാരാളം ജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായ രോഗശാന്തി സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് ചരിത്രത്തിൽ നാം കാണുന്നു. 1947 ആദ്യ ദർശനത്തിനു ശേഷം പിയറീനയ്ക്ക് പല ഘട്ടങ്ങളിലായി മാതാവിൻ്റെ സന്ദേശം ലഭിച്ചുകൊണ്ടിരുന്നു. 1947 ജൂൺ 13 രണ്ടാമത്തെ ദർശനവും തുടർന്ന് 1947 ഒക്ടോബർ 22 1947 നവംബർ 16 1947 നവംബർ 22 1947 ഡിസംബർ 7 അതേ വർഷം തന്നെ ഡിസംബർ 8 പിയറീനയ്ക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമുണ്ടായി. ഡിസംബർ 8 ദർശനത്തിൽ പരിശുദ്ധ അമ്മ പിയറീനയോട് പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ അമലോത്ഭവയാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ ഞാൻ റോസാ മിസ്റ്റിക്ക എന്ന നാമധേയത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും ഡിസംബർ 8 അനുഗ്രഹത്തിൻ്റെ മണിക്കൂറായി ലോകമാസകലം ആചരിക്കണമെന്നും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരിക്കും അതെന്നും പരിശുദ്ധ അമ്മ പിയറീനയ്ക്ക് നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 1966 ഏപ്രിൽ 17 ഉച്ചസമയത്ത് പെരീന ഗില്ലി ഫോണ്ടനെല്ലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. മാതാവിനെ കണ്ട പെരീന ഗില്ലി വളരെ സന്തോഷവതിയായി. മാതാവ് പെരീന ഗില്ലിയോട് പറയുകയാണ്, ഇവിടെ കാണുന്ന ഈ കിണർ ഒരു അത്ഭുത കിണറാക്കി മാറ്റാനായി പുത്രനായ ഈശോ ആഗ്രഹിക്കുന്നു. അങ്ങനെ മാനസാന്തരത്തിൻ്റെ നീരുറവയായി തീരുവാൻ ഈ അത്ഭുത കിണർ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്യുകയാണ്. അതിനുശേഷം അമ്മ പെരീനയോട് പറയുകയാണ്, അല്പം ചെളി കയ്യിലെടുക്കുക. പെരീന അല്പം ചെളി കയ്യിലെടുത്തു. ചെളി പുരണ്ട കൈ കഴുകാനായിട്ട് അമ്മ പെരീനയോട് ആവശ്യപ്പെടുന്നു. അമ്മ പറഞ്ഞതനുസരിച്ച് പെരീന കൈ കഴുകുന്നു. അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുപോലെ പാപത്തിൻ്റെ ചെളിയിൽ മുഴുകിയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുതനായ ദൈവം ആഗ്രഹിക്കുന്നു. ഈ കിണറ്റിൽ വന്ന്, ഈ കിണറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ഈ കിണറ്റിലെ വെള്ളം കുടിച്ച് തിരിച്ചു പോവുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന പാപത്തിൻ്റെ ചെളി അല്ലെങ്കിൽ പാപത്തിൻ്റെ കറ കഴുകി മാറ്റപ്പെടുന്നതായി അമ്മ സന്ദേശം നൽകുകയാണ്. ഇങ്ങനെ ഈ ഫോണ്ടനെല്ല എന്ന് പറഞ്ഞ സ്ഥലം
വളരെ അനുഗ്രഹീതമായ പ്രാർത്ഥനയുടെ സ്ഥലമായി തീരുവാനായിട്ട് ദൈവസുതൻ ആഗ്രഹിക്കുന്നു. സ്പ്രിംഗ് ഓഫ് ഗ്രേസ്, അനുഗ്രഹത്തിൻ്റെ നീരുറവയായി തീരുവാൻ ഇത് ദൈവം സമ്മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തി. കാലങ്ങളിൽ പിന്നീട് പലപ്പോഴും മാതാവ് ഈ ഫോണ്ടനെല്ല അത്ഭുത ഉറവയുടെ സമീപത്ത് പ്രത്യക്ഷപ്പെടുകയും സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അമ്മ നൽകിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശങ്ങൾ പ്രധാനമായും പ്രാർത്ഥന, പരിത്യാഗം, പ്രായശ്ചിത്തം എന്നിവ തന്നെയാണ്. പിന്നീട് ഒരു പ്രത്യക്ഷീകരണത്തിൽ അമ്മ പ്രത്യേകം ആഹ്വാനം ചെയ്ത ഒരു കാര്യമാണ്, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ. പിതാവായ ദൈവത്തിന് ഏറ്റവും താല്പര്യമുള്ള ഒന്നാണ് ജപമാല പ്രാർത്ഥന. കാരണം ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവിക രഹസ്യങ്ങൾ ധ്യാനിക്കുകയാണ്. ഓരോ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തന്നെ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോടൊപ്പം കൂടുകയും അവിടെ സ്വർഗീയ അനുഭൂതി, സ്വർഗം തന്നെ ഇറങ്ങി വരികയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതിനാൽ ഓരോ വ്യക്തിയും വളരെ ത്യാഗപൂർവം പരിത്യാഗം ചെയ്ത് പ്രായശ്ചിത്ത മനോഭാവത്തോടുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് പ്രായശ്ചിത്തം ചെയ്യുന്നതിൻ്റെയും പരിഹാരം ചെയ്യുന്നതിൻ്റെയും അർത്ഥം? നമുക്കറിയാം, യേശു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയുമാണ്. കുരിശിൽ കിടന്ന് മനുഷ്യവർഗത്തിന് മുഴുവൻ വേണ്ടി സ്വയം അർപ്പിക്കപ്പെടുമ്പോൾ പരിഹാരത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. സുതനായ ദൈവം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പരിഹാരത്തിൻ്റെ വഴിയാണ്. ഈ പരിഹാര വഴി നാം സ്വീകരിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്നു. അതുപോലെ തന്നെ ദൈവിക ആശ്രയത്വത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. ഇത് ദൈവസന്നിധിയിൽ വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ്. അതിനാൽ പരിഹാരം ചെയ്തുള്ള പ്രാർത്ഥനയ്ക്ക് വളരെയധികം അർത്ഥമുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രായശ്ചിത്തവും മാനസാന്തരവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. തെറ്റായ അവസ്ഥയെക്കുറിച്ച്, പാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യമുണ്ടായി പാപത്തിൽ നിന്നകന്ന് പാപം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെടുവാനും അങ്ങനെ ദൈവമക്കൾക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനും അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രധാനമായും അമ്മ നൽകുന്ന സന്ദേശം പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം എന്നിവയാണ്. ഇത് തന്നെയാണ് നാം ഇന്നും തുടർന്നുകൊണ്ട് പോകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രായശ്ചിത്തത്തോടും പരിഹാരത്തോടും കൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഏറ്റവും വിലമതിക്കപ്പെട്ടതാകുന്നു. വിശുദ്ധ ലൂയി ഇപ്രകാരം പറയുന്നു, ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമറിയത്തോട് എത്രയധികം ചേർന്നിരിക്കുന്നുവോ അത്രയധികം പരിശുദ്ധ കന്യകാമറിയം ആ വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കുന്നു. അതുപോലെ തന്നെ എത്രമാത്രം പരിശുദ്ധ അമ്മയിൽ നിന്ന് അകന്നിരിക്കുന്നുവോ ആ വ്യക്തി തിന്മയിലേക്ക് ചാഞ്ഞിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മോണ്ടിക്കാരിയിലെയും ഫോണ്ടനെല്ലയിലെയും ദർശനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ശാസ്ത്രത്തിൻ്റെ വലിയ കണ്ടുപിടുത്തങ്ങൾ ദൈവികതയെ വെല്ലുവിളിക്കുന്നു. ദൈവത്തെ മനുഷ്യൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ സാഹചര്യത്തിലെല്ലാം മാതാവിൻ്റെ ഈ ദർശനങ്ങൾ ഒരു താക്കീതായി നിലകൊള്ളുന്നുണ്ട്. സ്നേഹത്തിലും നീതിയിലും ആത്മീയതയിലും ഉറച്ചു നിന്നുകൊണ്ട്, സ്നേഹത്തിൻ്റെ പടച്ചട്ടയണിഞ്ഞുകൊണ്ട്, സ്നേഹത്തിൻ്റെ വലിയ മേലങ്കിക്കുള്ളിൽ പരിശുദ്ധ അമ്മ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ ജനപദങ്ങളെയും ദൈവസന്നിധിയിൽ ദൈവകരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും വീണ്ടെടുക്കാനായി അമ്മ ആഗ്രഹിക്കുന്നു.
ഈ പ്രത്യക്ഷീകരണത്തിലൂടെ അമ്മ നൽകുന്ന ഈ സന്ദേശം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാം. അങ്ങനെ പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിത്യാഗം എന്നീ പ്രവൃത്തികളിലൂടെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആത്മീയതയെല്ലാം വീണ്ടെടുത്തുകൊണ്ട് ആത്മീയ നവോത്ഥാനത്തിലേക്ക് നമുക്ക് വീണ്ടും നടന്നെടുക്കാം. നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.